Hi friends, welcome to Happy English. I'm Jestra. Hope you all are doing great. So, നമ്മളിപ്പം almost 40 days class complete ചെയ്തിട്ടുണ്ട് അല്ലേ? Yes, we are beginning a new session, day 41. So, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ പുതിയൊരു ടോപ്പിക് അല്ല നോക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഓക്കെ ആണോ? അതെല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ? നമ്മൾ പഠിച്ചതിൽ ഏതൊരു സെന്റൻസ് ആണെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരു ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? യെസ്, ടുഡേസ് ക്ലാസ് വി ആർ ബിഗിനിങ് വിത്ത് എ സ്മോൾ ആക്ടിവിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് സം ടോപ്പിക്സ് ഫ്രം ആർ ബിഫോർ ക്ലാസ്സസ്. ഓക്കെ, മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ അതിന് സംബന്ധപ്പെട്ടുള്ള ഒരു ആക്ടിവിറ്റി, ചെറിയൊരു ആക്ടിവിറ്റി, ജസ്റ്റ് 10 സെന്റൻസസ് ഒക്കെ ഉണ്ടാവും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടല്ലോ, അത് ഈസ്, ആം, ആർ എന്നുള്ളതൊക്കെ വരുന്ന സെന്റൻസുകളായിരിക്കും. അപ്പം ജസ്റ്റ് അതിലെ ഈസ്, ആം, ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ. അതൊന്ന് പാസ്റ്റിന്റെ കാര്യങ്ങളാക്കുക. അതായത് അതിൽ വാസും വേറും, എവിടേക്കായിരിക്കും വാസ് കൊടുക്കേണ്ടി വരിക, എവിടേക്കായിരിക്കും വേറ് കൊടുക്കേണ്ടി വരിക നിങ്ങൾക്ക് അറിയും. അപ്പം അതിനനുസരിച്ച് അതിൽ മാറ്റിയിട്ട് അത് നിങ്ങൾ ഒരു വോയിസ് മെസ്സേജും കൂടെ ആക്കിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ട്രെയിനറിന് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, വിൽ ഗോ ഫോർ ദി സെന്റൻസസ്. ഓക്കെ, നമുക്ക് കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഇവിടെ നമ്മളൊരു 6 സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതും കുറച്ചും കൂടെ ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഈസ്, ആം, ആർ എന്നുള്ള വാക്കുകളെ മാറ്റിയിട്ട് അതിന് പകരം അവിടെ വാസ് ഓർ വെയർ ഏതായിരിക്കും വരിക എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. ബിക്കോസ് ചെറിയ മാറ്റങ്ങളൊക്കെ ആയിരിക്കും. മേ ബി ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളത് കൊണ്ടാണ് 6 വന്നത്. അപ്പം മാറ്റുമ്പോൾ എന്തായിരിക്കും? സ്റ്റുഡൻറ്റ് എന്നാണെങ്കിൽ 6 ആയിരിക്കുമോ? അല്ല, ഈസ് ആയിരിക്കും. അങ്ങനെ ചെറിയൊരു എസ് കാരണമാണ് ഇപ്പോൾ അവിടെ ആ ഒരു വേർഡ് മാറേണ്ടി വന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. എവിടെയെങ്കിലും മീനിങ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രെയിനറോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ വാസും വേറും മാറ്റി കൊടുത്തതിന് ശേഷം ഒരു വോയിസ് മെസ്സേജ് ആക്കിയിട്ട് നിങ്ങളുടെ ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സെൻറ്റൻസ് എന്ന്. ദ ഫസ്റ്റ് വൺ ഈസ് ഐ ആം റീഡിങ് ഇമെയിൽ. ഓക്കെ, ഐ ആം റീഡിങ് ഇമെയിൽസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. തേർഡ് വൺ, the girl is dancing. The girl is dancing. Fourth one is the students are waiting for their results. The students are waiting for their results. Okay. Fifth one, my mother is going to temple. My mother is going to temple. Sanya is getting ready for school. That's the sixth one. Sanya is getting ready for school. Okay. I think it is visible. നല്ലപോലെ കാണുന്നുണ്ടല്ലോ അല്ലേ? We'll just repeat once again. I am reading emails. She is cooking dinner. The girl is dancing. The students are waiting for their results. My mother is going to temple and Sanya is getting ready for school. Okay, so we'll see the rest of the sentences. The 7th sentence is Maya is writing a story. Maya is writing a story. 8th one, Karan is repairing his car. Karan is repairing his car. Okay. 9th one, we are having dinner. We are having dinner. Okay. 10th one is I am waiting for his call. Okay. I am waiting for his call. 11th one, the dog is barking. The dog is barking. And the last one is it is snowing. Snowing means എന്താണ് snowing എന്ന് പറഞ്ഞാൽ? സ്നോ എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ്. ഓക്കെ, സ്നോയിങ് മീൻസ് മഞ്ഞ് പൊഴിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പം മഴ പെയ്യാണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഇസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മതി. എനിവേ ഹിയർ യു ഹാവ് ടു ചേഞ്ച് ദീസ് ഈസ്, ആം, ആർ. ആ വേർബ്സ് എവിടേക്ക് വന്നിട്ടുണ്ടോ ഈസ്, ആം, ആർ എന്നുള്ളത് വന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അതിനെ മാറ്റിയിട്ട് വാസാണോ വേറാണോ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് പോലെ കൊടുത്തതിൻ്റെ ശേഷം വോയിസ് ആക്കിയിട്ട് നിങ്ങളുടെ ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ എല്ലാ സെൻറ്റൻസിൻ്റെയും മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ അതിൽ ഈസ് കൊടുത്തത് മാറ്റി വാസാക്കാൻ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഈസ് കൊടുക്കുമ്പം അതിൻ്റെ മീനിങ് എന്താണോ, മാറ്റുമ്പം അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള രണ്ടും നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ട്രെയിനർക്ക് വോയിസ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് വിൽ ഗോ ടു ദ റിമൈനിങ് പാർട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരുപാടായിട്ട് ആക്ടിവിറ്റീസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. ബിക്കോസ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലേറെ നമ്മൾ പഠിച്ചത് ഒക്കെയാണോ, അതുപോലെ തന്നെ അതിൽ മാക്സിമം സെൻറ്റൻസസ് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. അപ്പം നമ്മളിവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് തരുമ്പോഴാണ് നിങ്ങൾക്ക് അതിലൂടെ പോകുമ്പം കുറച്ചുകൂടെ എക്സാമ്പിൾ സെൻറ്റൻസ് കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ എന്തായാലും ഒരു ആക്ടിവിറ്റി നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർലി അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി വന്നത്, അതിൽ നമ്മൾ ആരെയാ യൂസ് ചെയ്തേ, അതിലൊരാളെ മാറ്റിയിട്ട്
വേറെ ആളെ എടുക്കുമായിരുന്നു അല്ലെ. ഇവിടെയും അത് ബന്ധപ്പെട്ട ഒരു എക്സസൈസ് തന്നെയാണ്, അത് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഇവിടെ നമ്മൾ ആ ആളെല്ലാവരും ഉണ്ട്, അതായത് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഈ എല്ലാ വേർഡ്സും ഉണ്ട്. ഈ 5 വേർഡ്സിൽ ഏതായിരിക്കോ ഇവിടെ വരിക, ഈ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കോ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ട് അത് ആ സെന്റൻസിന് നല്ല മാച്ച് ആവുന്നുണ്ടോ, മാച്ച് മീൻസ് അത് അതിന്റെ മീനിങ് ക്ലിയർ ആവുന്നുണ്ടോ, കംപ്ലീറ്റ് സെന്റൻസിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഓക്കെ, സോ വിൽ ഗോ ത്രൂ ദി സെന്റൻസസ്. എന്തൊക്കെയാ സെന്റൻസ് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, I dash watering the plants in the morning. I dash watering the plants in the morning. I ഞാൻ വാട്ടറിങ് ദ പ്ലാന്റ്സ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ചെടികളെ വെള്ളം നനയ്ക്കുക. ഓക്കെ, അപ്പം എന്തായിരിക്കും അവിടെ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ് എന്താ? ആം ആണോ, ഈസ് ആണോ, ആർ ഓർ വാസ്, വെയർ, ഏതായിരിക്കും എന്നുള്ളത് ഓർത്ത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ഇപ്പം നമുക്ക് ഞാൻ ചെറിയ ഹിന്റ് തന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടെത്തുക. വിൽ ഗോ ടു ദി സെക്കൻഡ് വൺ. വാട്ട് ഡാഷ് at 6 o'clock yesterday evening. വാട്ട് എന്ത് എന്നാണ്. അറ്റ് 6 o'clock 6 മണിക്ക് yesterday evening ഇന്നലെ വൈകുന്നേരം. ഇവിടെ യു ഡു എന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പം ഇവിടെ യു ആണ് സബ്ജക്റ്റ് എന്നും ഡൂയിങ് എന്നായിരിക്കും വരിക. അപ്പം മുൻപിൽ കൊടുക്കേണ്ടത് ഈ 5 വാക്കുകളിൽ നിന്ന് ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. യു ഉണ്ടാവും, അതുപോലെ തന്നെ ഡൂയിങ് എന്നായിരിക്കും അല്ലെ. നീ എന്താ ചെയ്തിരുന്നേ എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണ്. അപ്പം ഏത് വേർഡ് ആയിരിക്കും അവിടെ കൊടുക്കേണ്ടി വരിക എന്നുള്ളത് ഓർത്ത് നോക്കിയിട്ട് ഫിൽ ചെയ്യുക. ആൻഡ് ദി തേർഡ് വൺ, ദേ ഡാഷ് ഫോർ ദി ബസ് വെൻ ദി ആക്സിഡൻസ് ഹാപ്പൻഡ്. ഓക്കെ, ദേ ഡാഷ് അവിടെ ബ്രാക്കറ്റിൽ വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവര് വെയിറ്റ് കാത്തിരിക്കുക അല്ല, വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. ഫോർ ദി ബസ് ബസ്സിന് കാത്തിരിക്കുക. വെൻ ദി ആക്സിഡന്റ് ഹാപ്പൻ ആക്സിഡന്റ് സംഭവിച്ചപ്പം എന്നത്രയും അവിടെ ഉണ്ട്. അപ്പം ഡാഷിൽ എന്തായിരിക്കും, ആ ബ്ലാങ്കിൽ എന്തായിരിക്കും കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ ആ വേർഡ് അവിടെ കൊടുക്കേണ്ടത് വിൽ ബി ഫ്രം ദീസ് 5 വേർഡ്സ്. ഓക്കെ, വി വിൽ യൂസ് വൺ ഓഫ് ദി വേർഡ് ഫ്രം ദീസ് 5. സോ ഏതായിരിക്കും കറക്റ്റ്, ഏതാ സ്യൂട്ടബിൾ അവിടെ എന്നുള്ളത് ഓർത്ത് നോക്കിയിട്ട് ഫിൽ ചെയ്യുക. വിൽ ഗോ ടു ദി നെക്സ്റ്റ് സെന്റൻസ്. ഓക്കെ, സോ ദ ഫോർത്ത് സെന്റൻസ് ഇസ് ഷീ ഡാഷ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. ഷീ ഡാഷ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. ഓക്കെ, അവൾ കിച്ചണിൽ കുക്കിംഗ്, അത്രയും അവിടെ ഉണ്ട് അല്ലേ. പിന്നെ ബാക്കി എന്തായിരിക്കും വരിക എന്നുള്ളത് നോക്കുക. ആൻഡ് ദെൻ ദ ഫിഫ്ത്ത് വൺ, ദ ബോയ്സ് ഡാഷ് ഇൻ ദി ഗാർഡൻ. ദ ബോയ്സ് ഡാഷ് ഇൻ ദി ഗാർഡൻ. ഇൻ ദ ഗാർഡൻ, ഗാർഡനിൽ നിന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ബ്രാക്കറ്റിൽ പ്ലേ എന്നും കൊടുത്തിട്ടുണ്ട്, കളിക്കുക. അപ്പം അവിടെ മുൻപിൽ ഇതിൽ നിന്നൊരു വാക്ക് കൊടുത്തതിന് ശേഷം പ്ലേയിങ് എന്നാക്കും. അപ്പം ബോയ്സ് ഗാർഡനിൽ കളിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. എന്തായിരിക്കും ബാക്കി എന്താ വരണ്ടേ എന്നുള്ളത് നിങ്ങൾ നോക്കി ഫിൽ ചെയ്യുക. ആൻഡ് ദി സിക്സ്ത് വൺ, ഇറ്റ് ഡാഷ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ് ഡാഷ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. സോ ഹിയർ ഇൻ ദി ബ്രാക്കറ്റ് ഇറ്റ് ഇസ് ഗിവൺ റെയിൻ, മഴ തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ബന്ധമില്ലാത്ത സെന്റൻസ് പോലെ തോന്നുന്നുണ്ടാവാം. ചിലർക്ക് അറിയുന്നുണ്ടാവും കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത് ഒരു ഇഡിയമാണ്. ശക്തമായ മഴ എന്നുള്ളതിന് പറയുന്നതാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത്. ഇപ്പം നമ്മൾ കുറച്ച് മുൻപ് ഇതിന്റെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി പറഞ്ഞപ്പം ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് സ്നോയിങ് എന്നുള്ളൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം നമ്മളിവിടെ റെയിനിങ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മുൻപിൽ എന്തായിരിക്കും, നമ്മൾ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാ പറയാന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപിൽ റെയിനിങ് എന്നുള്ളതിന്റെ മുൻപിൽ എന്തായിരിക്കും വരിക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മീൻസ് ഇറ്റ് ഈസ് എ ഇഡിയം. ഇറ്റ് ഈസ് ആൻ ഇഡിയം, അതായത് ഒരു ഭാഷാ പ്രയോഗമാണ്. അത് നമ്മൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ്. സെവൻത് വൺ, ഐ ഡാഷ് മൈ ലെസൺസ് നൗ. ഐ ഡാഷ് മൈ ലെസൺസ് നൗ. ഞാൻ എൻ്റെ പാഠങ്ങൾ ഇപ്പോൾ. ഇത്രയും കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ സ്റ്റഡി എന്ന് കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. സോ വാട്ട് വിൽ ബി റിമൈനിങ്, എന്തായിരിക്കും ഇവിടെ ആഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ലാസ്റ്റ് വൺ ഇസ് സംബഡി ഡാഷ് അറ്റ് ദി ഡോർ. സംബഡി ആരോ ഡാഷ് അറ്റ് ദി ഡോർ, ഡോറിൽ. പിന്നെ ബ്രാക്കറ്റിൽ എന്താ ഉള്ളത്, നോക്ക്, KNOCK. നോക്ക് മീൻസ് നമ്മൾ മുട്ടുന്നതിനാണ്, വാതിലൊക്കെ മുട്ടുന്നതിനാണ് നോക്ക് എന്ന് പറയുക. സോ സംബഡി ഡാഷ് നോക്ക് അറ്റ് ദി ഡോർ എന്നുണ്ട്. എന്തായിരിക്കും അവിടെ നോക്കിംഗ് എന്ന് വരേണ്ടി വരും. മുൻപിൽ ഏതായിരിക്കും അപ്പോൾ വരിക എന്നുള്ളത് നോക്കിയിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, സോ ദി നെക്സ്റ്റ് വൺ. ഓക്കെ, ദി നയൻത് സെന്റൻസ് ഇസ് വി ഡാഷ് ഫോർ ദി ഗസ്റ്റ് ടു കം. ഓക്കെ, വി ഞങ്ങൾ, ഡാഷ് വെയിറ്റ് എന്ന് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കാത്തിരിക്കാന്ന്. ഫോർ ദി ഗസ്റ്റ് ടു കം, ഗസ്റ്റ് വരാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആ ബ്ലാങ്കിൽ എന്നുള്ളത് അറിയാലോ അല്ലെ. യെസ്, ദാറ്റ്സ് ഇൻ യുവർ ടങ്, ഐ നോ ദാറ്റ്. ആൻഡ് ദി 10th വൺ, ദ സ്റ്റുഡൻസ് ഡാഷ് slogans outside when the police came. The students dash slogans outside when the police came. വിദ്യാർത്ഥികൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഷൗട്ട് എന്നാണ്. ഷൗട്ട് മീൻസ് നമ്മൾ ഒച്ചയിടുക, ഒച്ചത്തിൽ പറയുക. ഓക്കെ,
ഷൗട്ട് സ്ലോഗൻസ് മീൻസ് മുദ്രാവാക്യം നമ്മൾ ഉച്ചത്തിൽ വിളിക്കുമല്ലോ, അപ്പം അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഔട്ട്സൈഡ് വെൻ ദ പോലീസ് കെയിം, പുറത്ത് അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വെൻ ദി പോലീസ് കെയിം, പോലീസ് വന്നപ്പോ എന്നാണ്. അപ്പം അവിടെ മുദ്രാവാക്യം വിളിക്കുക അത്രേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എന്തായിരിക്കും, വിളിക്കുന്നുണ്ടായിരുന്നു, എന്താ വരണ്ടേ എന്നുള്ളത് നമ്മൾ അതിന് മുൻപിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും. അപ്പം അത് കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. വെൻ ദ പോലീസ് കെയിം, പോലീസ് വന്നപ്പോൾ എന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക എന്നറിയാം അല്ലെ? Yeah, so fill it according to that. And the 11th one, the birds dash in the sky. പക്ഷികൾ ആകാശത്തിൽ, അത്രയുണ്ട്. ബ്രാക്കറ്റിൽ എന്താ, ഫ്ലൈ, പറക്കുക എന്നുണ്ട്. അപ്പം ഫ്ലൈയിങ് എന്നായിരിക്കും. മുൻപിൽ ഏതാ വേർഡ് വരിക, ഈ ഫൈവ് വേർഡ്സ് ഏതാ വരിക എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ജോൺ ആൻഡ് സാൻഡ്ര ഡാഷ് ദിയർ ഫസ്റ്റ് ചൈൽഡ്. ജോണും സാൻഡ്രയും ഡാഷ് ദിയർ ഫസ്റ്റ് ചൈൽഡ്. അവിടുത്തെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എക്സ്പെക്ട് എന്നാണ്. എക്സ്പെക്ട് മീൻസ് പ്രതീക്ഷിക്കുക, അവരുടെ ആദ്യത്തെ കുട്ടിയെ പ്രതീക്ഷിക്കുക എന്നുള്ളത് അത്രയും അവിടെ ഉണ്ട്. പ്രതീക്ഷിച്ചിരിക്കുന്നു എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് വിൽ ബി one from these five words. ഓക്കെ, ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അവിടെയും വരുന്നുണ്ടാവും. എന്നിട്ട് എക്സ്പെക്ടിങ് എന്നായിരിക്കും അല്ലെ. കൊടുത്താൽ അങ്ങനെ ആവാനാണല്ലോ, പൊതുവെ എല്ലാത്തിലും അങ്ങനെ ആവാനാണ് ചാൻസ്. നമ്മൾ പിന്നെ വരുന്ന ആ ഒരു ആക്ഷന്റെ കൂടെ, അതായത് പിന്നെ വരുന്ന ഒരു പ്രവൃത്തിയുടെ കൂടെ നമ്മൾ ING കൊടുക്കാറുണ്ട് പൊതുവെ. മുൻപിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഫില്ല് ചെയ്യുക. ഏതെങ്കിലും സെന്റൻസ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സെന്റൻസിന്റെയും മീനിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവാത്തതായിട്ട് ഏതെങ്കിലും സെന്റൻസ് ഉണ്ടെങ്കിൽ ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ട്രെയിനേഴ്സിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? സോ സെക്കൻഡ് ആക്ടിവിറ്റി ഈസ് ഓൾസോ കംപ്ലീറ്റഡ് ഹിയർ. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. യു ഹാവ് ടു ഡു ദിസ് ആൻഡ് ദെൻ യു ക്യാൻ സേ യു ഹാവ് കംപ്ലീറ്റഡ് യുവർ വർക്ക്. ആൻഡ് ഫോർ ടുഡേ ദർ ഇസ് വൺ മോർ വർക്ക് ലെഫ്റ്റ്. ഒരു ആക്ടിവിറ്റിയും കൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ടുഡേ വി ഹാവ് ഓൾ 3 ആക്ടിവിറ്റീസ്. അതും നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ള ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് കേട്ടോ. മുമ്പ് നോക്കിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ മാത്രമാണ്. സോ വിൽ ഗോ ഫോർ ദാറ്റ് ആൻഡ് സോ ദിസ് ഇസ് ക്ലിയർ റൈറ്റ്. ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞതിന് ശേഷമുള്ള കൺഫ്യൂഷൻസ് ട്രെയിനറോട് ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ആൻഡ് വിൽ ഗോ ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ തേർഡ് ആക്ടിവിറ്റി. ഇന്ന് നമ്മൾ 2 ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇനി തേർഡ് ഒരു ആക്ടിവിറ്റിയും കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പഠിച്ചൊരു കാര്യമാണ് വൈ എന്നുള്ളൊരു വാക്ക് അല്ലെ. വൈ, അതുപോലെ തന്നെ വൈ ഡിഡ്, അതും നമ്മൾ നോക്കിയിട്ടുള്ളതല്ലേ, നമുക്ക് അറിയുന്നതല്ലേ. കുറച്ച് സെന്റൻസുകളുടെ കൂടെയൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കാൻ, വൈ ഡിഡ് യു ഗോ, നീ എന്തിനാ പോയെ. അപ്പൊ ഈ വൈ ഡിഡ് എന്നുള്ളതിന്റെ അതിന്റെ അർത്ഥം എന്തിനാ എന്നുള്ളതാണ് അല്ലെ. എന്തിനാ എന്നുള്ളൊരു, എന്തിനാ പിന്നെ ബാലൻസ് എന്താണ് അവിടെ വരുന്നത്, അതിനനുസരിച്ച് അതിന്റെ മീനിങ് മാറ്റം വരും. അപ്പം എന്തിനാ എന്നുള്ളൊരു സെന്റൻസ് ആണ്, ഒരു അർത്ഥം തരുന്ന ഒരു വാക്കാണ് വൈ ഡിഡ് എന്നുള്ളത്. ഇത് നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഈ വൈ ഡിഡ് എന്നും അതിന്റെ നെഗറ്റീവ് വൈ ഡിഡ് നോട്ട്, എന്താണ് ഈ വൈ ഡിഡ് നോട്ട് എന്നുള്ളതിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഡിൻറ്റ് എന്ന് പറയാം നമുക്ക്. ഡിൻറ്റ്, DIDNT എന്നാണ്. പക്ഷെ അത് വായിക്കുമ്പോൾ ഡിഡിൻറ്റ് എന്ന് വായിക്കരുത്, ഡിൻറ്റ് എന്നാണ് കേട്ടോ. ആ രണ്ടാമത്തെ ഡി അവിടെ സൈലന്റ് ആണ്. ഡിൻറ്റ് എന്നാണ് അത് വായിക്കുക. അപ്പം വൈ ഡിൻറ്റും വൈ ഡിഡും, ഇത് രണ്ടും ഈ 2 വാക്കുകൾ ഉപയോഗിച്ചുള്ള കുറച്ച് സെന്റൻസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഐ മീൻ മലയാളത്തിലുള്ള സെന്റൻസ് ആണ് നമ്മൾ തരുന്നത്. അത് ഈ വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരിക ഇംഗ്ലീഷിലേക്ക്. അത് നിങ്ങൾ ചെയ്യുമ്പം ഈ വാക്കുകളായിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ ആണല്ലോ അല്ലെ? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മൾ നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വിൽ ഗോ ടു ദി സെന്റൻസസ്. നമ്മൾ ആ സെന്റൻസ് വായിച്ച് നോക്കാം, മലയാളത്തിലുള്ള സെന്റൻസസ് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന തന്നെ ആയിരിക്കും. ആദ്യം നമ്മൾ വൈ ഡിഡ് എന്നുള്ളത് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ നിങ്ങൾ ഏതൊക്കെയാണോ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ മലയാളം നമുക്ക് നോക്കാം. ഓക്കെ, സോ വിൽ ബിഗിൻ. ഫസ്റ്റ് വൺ, നീ എന്തിനാ പോയത്. നീ എന്തിനാ പോയത്. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ, നീ എന്തിനാ പുറത്തു പോയത്. നീ എന്തിനാ പുറത്തു പോയത്. അപ്പൊ ആദ്യത്തെ സെന്റൻസിന് രണ്ടാമത്തേലേക്ക് വരുമ്പോൾ ചെറിയൊരു വേർഡ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ. നീ എന്തിനാ പുറത്തു പോയത്. ഓക്കെ, തേർഡ് വൺ, അവൻ എന്തിനാണ് മാനേജറോട് പറഞ്ഞത്. അവൻ എന്തിനാണ് മാനേജറോട് പറഞ്ഞത്. ഫോർത്ത് വൺ, നീ എന്തിനാണ് ഈ കളറ് വാങ്ങിയത്. ഓക്കെ, നീ എന്തിനാണ് ഈ കളറ് വാങ്ങിയത്. ഇങ്ങനെ 4 സെന്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നീ എന്തിനാ പോയത്. സെക്കൻഡ് വൺ, നീ എന്തിനാ പുറത്തു പോയത്. തേർഡ് വൺ, അവൻ എന്തിനാണ് മാനേജറോട് പറഞ്ഞത്. ആൻഡ് ഫോർത്ത് വൺ,
നീ എന്തിനാ ഈ കളർ വാങ്ങിയത്? ഓക്കെ ആണല്ലോ. അപ്പം ഇത് 4 വൈ ഡിഡ് എന്നുള്ളത് ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക. ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ, വൈ ഡിഡ് എന്തിനാന്നുള്ളത് ആ ക്വസ്റ്റ്യനിൽ എല്ലാത്തിലും വരുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, എന്തിനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ വൈ ഡിഡ് എന്നുള്ളത് ഉപയോഗിച്ചായിരിക്കും ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടി വരിക. ബാക്കിയുള്ള സെന്റൻസുകൾ എങ്ങനെയായിരിക്കും ഓർക്കുക. ഒരു കാര്യം പ്രത്യേകം പറയണം, ഡിഡ് എന്നുള്ളത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ആ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയുടെ വാക്ക് അവിടെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്തിനാ പോയത് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും അതിനെ പാസ്റ്റ് ആക്കി പറയില്ല. ഡിഡ് അവിടെ ഉണ്ടെങ്കിലും, നീ എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ മുൻപത്തെ കാര്യമല്ലേ, ശരിയാണ്. പക്ഷെ മുൻപിൽ അവിടെ ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്റ്റ് ആക്കി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർത്തിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ഇനി നെക്സ്റ്റ് വൺ, വൈ ഡിഡ് നോട്ട്, അതായത് വൈ ഡിൻറ്റ് എന്നുള്ളത് ഉപയോഗിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, സോ വൈ ഡിൻറ്റ്, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് സെന്റൻസ്, നീ എന്തേ കൊണ്ടുവരാഞ്ഞത്. ഓക്കെ, നീ എന്തേ കൊണ്ടുവരാഞ്ഞത്. ഇനി അടുത്തത് സെക്കൻഡ് വൺ, നീ എന്തേ വിളിക്കാഞ്ഞത്. നീ എന്തേ വിളിക്കാഞ്ഞത്, എന്തുകൊണ്ടാ നീ വിളിക്കാതിരുന്നേ എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ, നീ എന്തേ വിളിക്കാഞ്ഞത്. ഓക്കെ, തേർഡ് വൺ, നീ എന്തേ എന്നോട് പറയാതിരുന്നത്. നീ എന്തേ എന്നോട് പറയാതിരുന്നത്. ആൻഡ് ദി ഫോർത്ത് വൺ, നീ എന്തേ ഹോംവർക്ക് എഴുതാഞ്ഞത്. നീ എന്തേ ഹോംവർക്ക് എഴുതാഞ്ഞത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ, നീ എന്തേ ചിക്കൻ കൊണ്ടുവരാഞ്ഞത്. നീ എന്തേ ചിക്കൻ കൊണ്ടുവരാഞ്ഞത്. ഒരാൾ കടയിലൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ചോദിക്കൂല്ലേ, എന്തേ ചിക്കൻ വാങ്ങിക്കാന്ന്, എന്താ മിഠായി വാങ്ങിക്കാന്ന് എന്നൊക്കെ ചോദിക്കൂല്ലേ. നീ എന്തേ ചിക്കൻ കൊണ്ടുവരാഞ്ഞത്. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് വൺ, നീ എന്തേ റിപ്ലൈ ചെയ്യാഞ്ഞത്. നീ എന്താ റിപ്ലൈ ചെയ്യാതിരുന്നേ എന്നുള്ള മീനിങ് തന്നെയാണ്. നമ്മളിത് പറയുമ്പം ചില ലാംഗ്വേജ് തമ്മിലുള്ളൊരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് കേട്ടോ, നീ എന്തേ റിപ്ലൈ ചെയ്യാതിരുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പം ഇത്രയാണ് സെന്റൻസുകൾ ഉള്ളത്. ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസസ് ഒക്കെ വൈ ഡിൻറ്റ് എന്നുള്ളത് ഉപയോഗിച്ച് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എല്ലാത്തിലും എന്തേ ഒരു കാര്യം എന്തേ ചെയ്യാതിരുന്നേ എന്നല്ലേ ചോദിക്കുന്നത്, എന്തേ ചെയ്യാഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വൈ ഡിൻറ്റ് എന്നുള്ളത് കൊടുക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ 4 സെന്റൻസ് വൈ ഡിഡ് എന്നുള്ളതും ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് ഒരു വോയിസ് ആയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ അല്ലേ. ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനറായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വർക്ക് ചെയ്ത് നല്ല ശ്രദ്ധയോടെ ചെയ്ത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കൂടെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഓർമ്മ വെക്കണം, ഡിഡ് മുൻപിൽ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ പറയുന്ന പ്രവൃത്തിനെ ഒരിക്കലും പാസ്റ്റ് ആക്കി പറയേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നീ എന്തേ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ വൈ ഡിൻറ്റ് യു ഈറ്റ് എന്ന് മതി. വൈ ഡിൻറ്റ് യു ഈറ്റ്. ഓക്കെ, അല്ലാതെ കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എയ്റ്റ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുമല്ലോ, ഇവിടെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മുൻപിൽ ഡിഡ് എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഞാൻ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡ് നോട്ട് ഈറ്റ് എന്ന് മതി. എയ്റ്റ് എന്നുള്ളത് വേണ്ട, കാരണം ഡിഡ് മുൻപിലുള്ളത് കൊണ്ട്. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്ന് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ഹിയർ our day class is completed. So we'll meet in the next session. Bye.